ഇല്ല. ഡോക്ടർ ജയരാജ്, ഇതിൽ വസന്ത് പറഞ്ഞ ഒരു കാര്യം ശരിയാണ് കേട്ടോ. കോൺഗ്രസിൽ ജനാധിപത്യമുണ്ട്, പക്ഷേ CPM-ൽ നടക്കുന്ന മറ്റൊന്നാണ്. തോറ്റ ക്യാപ്റ്റനെ തന്നെ വീണ്ടും പ്രതിപക്ഷത്തിന് നാവാകാൻ നിയോഗിക്കുന്നു. ഒരു പുതിയ മുഖമില്ല, ഒരു മാറ്റമില്ല, ഒന്നുമില്ല. പിണറായി തന്നെ പ്രതിപക്ഷ നേതാവായി വരുന്നു. അതിനേക്കാൾ ഭേദം കോൺഗ്രസ് ആണ്. അതിനേക്കാൾ ഭേദമാണോ വലുതാണോ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സ്നേഹത്തള്ളലിന് ശേഷം പിന്നീട് അടുത്ത പരിപാടി അവതരിപ്പിക്കുന്നത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് ഇപ്പോൾ TV-യിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ കോമഡി കുറച്ച് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം കാര്യം എന്ത് ചെയ്താലും കൊട്ടേഷൻ ഗുണ്ടകളെ കിട്ടുന്ന ഒരു രാജ്യത്ത്, ഒരു രാജ്യം തന്നെ കൃത്യമായിട്ട് പറയും, 4 അണികളെ റോഡിലിറക്കി ഫ്ലക്സ് വയ്ക്കുകയും ഫ്ലക്സ് കീറിക്കുകയും ചെയ്യുകയും 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം ലൈക്കുകളും ഷെയറുകളും ചെയ്തു കഴിയുമ്പോഴത്തേക്ക് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാവുമെന്നൊക്കെ പറയുന്ന ചില പൊട്ടത്തരങ്ങളുണ്ടല്ലോ. അതിനെ വിലക്കെടുക്കുന്ന ചില ലോ കമാൻഡും ഹൈക്കമാൻഡും ഒക്കെ ഉണ്ട്. അവരെയാണ് ആദ്യം ഇത്രയധികം MLA-മാരുടെ പിന്തുണ ഉണ്ടായിട്ട് അവരുടെ ആഭ്യന്തര കാര്യമാണ്. എന്നാൽ കൂടി പറയാതിരിക്കാൻ വയ്യ. ഇത്തരം ഒരു ട്രെൻഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, പണ്ട് VS-ന്റെ കാലത്ത് ഇത്തരത്തിലുള്ള ഇതുണ്ടായിരുന്നു. 4 സ്ഥലത്ത് ഫ്ലെക്സ് വെച്ച് കഴിഞ്ഞാൽ VS വലിയ നേതാവാകുന്നു, അല്ലെങ്കിൽ വേറെ അങ്ങനെ ആ ഒരു ട്രെൻഡ് അത് ശരിയായ നടപടിയല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെതായ സ്വഭാവമുണ്ട്. അത് തെരുവിലിറങ്ങി ഗോഗ വിളിക്കുന്നതല്ല എന്ന് പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. പക്ഷേ ഈ വിളിക്കാൻ നടക്കുന്നവരെല്ലാം അവരൊരു ദിവസം ഒരു ആവേശത്തിന് വിളിച്ചിട്ട് അവരങ്ങ് അകത്ത് കയറുകയും അതിനുശേഷം പൊതുസമൂഹത്തിൽ അങ്ങനെ പൊതുജന വികാരം ഇളകി ആർക്കാണ് ആളിനെ കിട്ടാത്തത്? 4 ഫ്ലെക്സ് വെക്കാനും 4 ഫ്ലെക്സ് വിളിച്ചു കയറാനും അതിനകത്ത് കരിയോയിൽ അടിക്കാനും ഒക്കെ ആർക്കാണ് കേരളത്തിൽ ആളിനെ കിട്ടാത്തത്? അതുപോലെ ബോട്ടുകൾ വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ വാടകയ്ക്ക് എടുത്തുകൊണ്ട് ഒരു ലൈക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വന്നിട്ട് തെറി അഭിഷേകം നടത്താനും കുറേ നാളുകളായിട്ട് കേരളം ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. കേരളം കണ്ട ഏറ്റവും വലിയ സെക്ഷൽ പ്രെഡേറ്ററിന് വരെ സപ്പോർട്ട് ചെയ്യുന്ന ബോട്ടുകളുള്ള സ്ഥലമാണ് കേരളത്തിലെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലും സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും അങ്ങനെയുള്ള പ്രൊഫൈലുകൾ. അപ്പോൾ അതിനെ വിലക്കിരുത്തിക്കൊണ്ട് പണ്ട് BJP എങ്ങനെയാണ് അധികാരത്തിൽ വന്നത്? ഇത്തരത്തിലുള്ള ബോട്ടുകൾ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് അത് ഉപയോഗിക്കാനായിട്ട് കോൺഗ്രസ് പാർട്ടി വൈകിയപ്പോൾ BJP ഉപയോഗിച്ചതിനേക്കാളും വളരെ വികലമായ രീതിയിൽ, അതിനേക്കാളും അങ്ങേയറ്റം വൃത്തികെട്ട രീതിയിലാണ് കോൺഗ്രസിൻ്റെ ഹാൻഡിലുകൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട്